പുറപ്പെടാം. ആ പിന്നെ ഒരു കാര്യം രണ്ടാൾ മനസ്സിലാക്കിക്കോണം. നമ്മൾ പോകുന്നത് തല്ലുകൊള്ളാനായിട്ടാണ്. അതുകൊണ്ട് രണ്ടെണ്ണം കിട്ടിയാലും അത് കാര്യമാക്കരുത്. അവിടെ ഉള്ളവര് പെണ്ണുങ്ങളെ തല്ലുന്ന കൂട്ടത്തിലല്ല, ആണുങ്ങളെ തല്ലുമല്ലോ. അപ്പൊ അച്ഛൻ അടി നിന്ന് കൊണ്ടോട്ടെ അല്ലേ? ഓ, നിങ്ങൾക്കത് പിന്നെ ശീലമാണല്ലോ. പിന്നെ നിനക്ക് ശീലമില്ലേ? ഈ വീട്ടിനകത്ത് കയറി എത്ര തവണയാണ് നന്ദു അനിയുടെ ഫ്രണ്ട്സും എല്ലാം കൂടി നമ്മളെ ഇടിച്ച് ലെവലാക്കിയത്? എന്തായാലും കുറെ കാലമായിട്ട് അതുപോലുള്ള ആക്രമണങ്ങളൊന്നുമില്ല. അല്ല, ഈ സംഭവത്തിന് ശേഷം ഉണ്ടാവോ? ഒന്നും പറയാൻ പറ്റില്ല. രണ്ടും കൽപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. കടങ്ങൾ ഒരുപാടാണ്. എന്തെങ്കിലും കൈ തടഞ്ഞില്ലെങ്കിലേ പലിശക്കാര് വീട്ടിനകത്ത് കയറി ഇടിച്ച് നമ്മുടെ പദം വരുത്തും. അതുകൊണ്ട് മൂർത്തിയുടെയോ അയാളുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലും അത് സഹിക്കാനുള്ള മനസ്സൊക്കെ നമുക്ക് വേണം. അല്ല, ഞാൻ കൂടെ വരണോന്നാ ആലോചിക്കുന്നത്. അമ്മയും വരണം. എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിലേ നമ്മൾ മൂന്നാളും കൂടെ വേണം സംസാരിക്കാൻ. പിന്നെ അവിടേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു ചടങ്ങുണ്ട്. അതെന്താ? അതൊക്കെ പറയാം. ഇന്നത്തെ ദിവസം എന്തായാലും അലമ്പി കളഞ്ഞേ പറ്റൂ. ആ നിശ്ചയം എന്തായാലും മുടങ്ങണം. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച ആ വക്കീലൊക്കെ അവിടെ കാണും. ഈ നിശ്ചയം നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളായിരിക്കും, ആ നന്ദു. അതും നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടാ മോളെ. എന്തായാലും നിങ്ങൾ വാ. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടേ ഉള്ളതുകൂടെ പോവോ? എന്തായാലും നമ്മളോട് അനന്തപുരിക്കാര് കരുണ കാണിക്കത്തില്ല. പണം തരാനാണെങ്കിൽ അവർ എപ്പോഴേ തന്ന് കേസ് ഒത്തുതീർപ്പാക്കിയേനെ. അപ്പൊ അവര് വാശിയില്ല. അപ്പൊ നമ്മൾ ഇതുപോലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. ഇദ്ദേഹത്തിന് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. കുടുംബത്തിനകത്തുള്ള കുട്ടികളായതുകൊണ്ടാ ഞാൻ വിശദമായിട്ട് ജാതകമൊന്നും നോക്കാത്തത്. അല്ല, അതിന് ഞാൻ പരാതിയൊന്നും പറയുന്നില്ല. അനുമോന്റെ ആദ്യ ബന്ധം നടക്കുന്ന സമയത്ത് ജാതകമൊക്കെ നോക്കിയിരുന്നു. തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും സാറിന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കല്യാണം നടത്തുകയായിരുന്നു. അതിനി അനി അനുഭവിക്കാനൊന്നുമില്ല സ്വാമി. അതെ, ഈ വീടിന്റെ താളം തെറ്റിച്ച് കളഞ്ഞു കയറി വന്നവളും അവളുടെ വീട്ടുകാരും കൂടി. ആ ബന്ധം പിരിഞ്ഞായിരുന്നോ സാറേ? ഇല്ല, അതുകൊണ്ടാ ഇത്രയും രഹസ്യമായിട്ട് ഒരു മോതിരമാറ്റം നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കും. അത് കഴിഞ്ഞ ഉടനെ കുട്ടികളുടെ കല്യാണം നടത്തണം. എന്റെ മോനെപ്പോഴും ഈ കല്യാണത്തിലൊരു താല്പര്യമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ അമ്മയോട്. അതിനിടയ്ക്ക് താൻ സ്വാമിയെടുത്ത് പോയി നോക്കിച്ചായിരുന്നോ? ഇടയ്ക്ക് കുടുംബക്ഷേത്രത്തിൽ പോയപ്പോ ഞാൻ അങ്ങോട്ടൊന്ന് കയറിയായിരുന്നു. പ്രശ്നം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാ കല്യാണ പയ്യൻ ഇടഞ്ഞാ നിൽക്കുന്നതെന്ന്. അതുപോലെ തന്നെ അവരുടെ ഒത്തുചേരലിന് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നും പറഞ്ഞിരുന്നു. എന്നിട്ട് താനതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും ഇദ്ദേഹം തീരുമാനിച്ച ബന്ധം വേണ്ടാന്ന് വെക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമല്ലേ അവന്തികയ്ക്ക് അനിയെ. എല്ലാരും അവിടെ ഒരുക്കി തീർന്നില്ലേ പെണ്ണിനെയും ചെക്കനെയും? ഇല്ലമ്മേ, എല്ലാവരും മാറിയും തിരിഞ്ഞും ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ കല്യാണം കഴിഞ്ഞ ശേഷം നന്ദുമോക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം കേട്ടോ. ജയ, നിന്റെ പരിചയത്തില് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെ, നേവിയിലാണ് പയ്യൻ. ഇടയ്ക്ക് ലീവിന് വന്നപ്പോ നല്ല സ്മാർട്ടായ ഒരു പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞിരുന്നു. ജാതകം അയച്ചു തരാൻ പറയൂ. അത് നോക്കിയിട്ട് പൊരുത്തമുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ല ഗോവിന്ദേട്ടാ? എന്തായാലും ആദർശമോന്റെ അച്ഛൻ കൊണ്ടുവരുന്ന ബന്ധം മോശമാവില്ലല്ലോ. അനിയുടെ കാര്യം പറഞ്ഞ് ആ കൊച്ചിന് ഒരുപാട് നോവിച്ചിട്ടുണ്ട് നിങ്ങൾ അച്ഛനും അമ്മയും. അതുകൊണ്ട് മോക്കൊരു നല്ല ജീവിതം കിട്ടണം. എന്തായാലും നയനമോളുടെ ഏതാണ്ട് മുക്കാൽ സ്വഭാവവും നന്ദുവിനുണ്ട്. അതുകൊണ്ട് കയറി ചെല്ലുന്ന വീട്ടിൽ മോൾ അധികപ്പറ്റാവില്ല.
ഇരിക്കും മോളെ. സുന്ദരിക്കുട്ടിയായല്ലോ. ഈശ്വര, ഇനി നിശ്ചയം നടക്കൂ? എന്റെ ശ്രമങ്ങളെല്ലാം വെറുതെ ആയല്ലോ. അനിയുമായിട്ടുള്ള കല്യാണം കഴിയുന്നവരെ മോൾക്കൊരു സമാധാനമില്ല അല്ലേ? ഇത് പകുതി കല്യാണമല്ലേ? പകുതി കല്യാണമാണെങ്കിലും താലികെട്ട് നടന്നാലേ കല്യാണം നടന്നു എന്ന് പറയാൻ പറ്റൂ. എന്തായാലും ജാനകിയുടെ മരുമോൾ അവന്തിക മോളായതുകൊണ്ട് ഇനിയിപ്പോ അമ്മായിയമ്മ പോരൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരമ്മായിമ്മയും പോരടിക്കത്തില്ല. എന്നൊന്നും പറയണ്ട. ഇന്നത്തെ കാലത്ത് എത്ര നല്ല പെൺകുട്ടി വന്നാലും അമ്മായിമ്മയും മരുമോളും ഒന്നിച്ചു പോകുന്നത് വിരളമാണ്. ഞാൻ എടുത്തോണ്ട് നടന്ന മോളല്ലേ അവന്തിക മോള്. ഇവളുമായിട്ട് ഞാനിതിനെ വഴക്കിടുന്നേ. മോളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിച്ചേനെ. അനിയുടെ രണ്ടാം കല്യാണമാണെങ്കിലും നിന്റെ ഭാഗ്യോ ജാനകി ഈ കല്യാണം നടക്കുന്നത്. എന്നിട്ടും അനിയുടെ മുഖത്തൊരു തെളിച്ചില്ലല്ലോ. അതാ കഷ്ടം. ഇനിയിപ്പോൾ അതൊന്നും ആരും നോക്കണ്ട. കല്യാണം കഴിഞ്ഞാൽ അവൻ വഴിക്ക് വന്നോളും. ഒന്ന് പെട്ടെന്ന് വാടാ, ചടങ്ങടക്കേണ്ട സമയമായി. അവന് നല്ല സങ്കടം തന്നെയാണല്ലോ. മോനെ, മോതിരമാറ്റം കഴിഞ്ഞാ പിന്നെ അവന്തികമോള് നിന്റെയാ. അതിനുശേഷമെങ്കിലും നീ മോളോട് ചിരിച്ചോണ്ട് സംസാരിക്കണം. നിങ്ങൾ രണ്ടാളും നല്ല രീതിയിൽ മിണ്ടുകയും പറയുകയൊക്കെ വേണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി. ഇവനും ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ നിശ്ചയമൊന്നും നടന്നു കഴിഞ്ഞ പിന്നെ എന്റെ പെണ്ണിന് ഇവനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. ഹലോ അഖിലേ, എന്നാ ഞങ്ങൾക്കൊക്കെ ഒരു സദ്യ തരുന്നത്? അതേപറ്റി തന്നെയാ ഞാനും ചോദിച്ചുകൊണ്ടിരുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഉടനെ എല്ലാം നടക്കുന്നേ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടെത്തിയോ? പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടെത്തിയെങ്കിലേ. പക്ഷേ പെൺകുട്ടിയോടും അവളുടെ വീട്ടുകാരോടും അതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയായാ എങ്ങനെയാ മോനെ ശരിയാവുന്നേ? എത്രയും പെട്ടെന്ന് അവരെയൊക്കെ വിവരം അറിയിക്കണ്ടേ? അങ്ങനെ വിവരം അറിയിക്കണമെങ്കിൽ മോന്റെ അമ്മ മോൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ വീട്ടിൽ കയറ്റാമെന്ന് സമ്മതിക്കണ്ടേ? തന്റെ ഇടം കുറച്ച് കൂടിയ പെൺകുട്ടിയാണെങ്കിൽ അവളെ ഒഴിവാക്കുന്നതായിരിക്കും നവീന് നല്ലത്. ഞാനേ പത്മത്തെ ഒന്ന് കാണട്ടെ. അവളെ ശരിക്കും ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് തന്റെ ഇടമില്ലാത്ത പെൺകുട്ടികൾ ആരാ ഉള്ളത്? അതൊക്കെ എന്റെ മരുമോള്. അവളാണെങ്കിലേ തന്റെ ഇടത്തിന് കൈയും കാലും വെച്ച് നടക്കുക. അങ്ങനെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. എന്താ ജലജ ഇത്? നല്ലൊരു കാര്യം നടക്കാൻ പോകുമ്പോഴാണോ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? മതി മതി, ഇനി പൂജകൾ നടക്കട്ടെ സ്വാമി. ഒരുത്തം പറഞ്ഞ് പറച്ചിൽ കേട്ടില്ലേ? അവൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയാ ഇവിടെ നിൽക്കുന്നത്. എന്താ മാഡം, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു വിഷമമാണല്ലോ. ആ, എന്നും എല്ലാവരും ഒരേ മൂഡിലൊന്നും ആയിരിക്കില്ലല്ലോ. അമ്മയും അച്ഛനായിട്ട് പിണങ്ങിയോ? ആ, ചെറിയൊരു സൗന്ദര്യ പിണക്കമുണ്ട്. ക്യാമ്പസിൽ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന ടീമിനെ നിന്ന് പൊക്കണമെന്ന് മാഡം പറഞ്ഞിരുന്നു. ഇന്ന്
ചിലപ്പോൾ അത് മാറ്റിവെക്കേണ്ടി വരും. എന്തോ മൊത്തത്തിലൊരു മൂഡ് ഓഫ്. ചില ദിവസങ്ങളിൽ ഒന്നും ശരിയാവില്ല. മയക്കുമരുന്ന് റാക്കറ്റിനെ പൊക്കാൻ നമ്മൾ കുറച്ച് തയ്യാറെടുപ്പോടുകൂടി വേണം പോവാൻ. ചിലപ്പോൾ ഏറ്റുമുട്ടലും ഉണ്ടാവും. ഇത്രയും റിസ്ക് എടുത്ത് ഇതുവരെ ഒരു പോലീസ് ഓഫീസറും ഇതിൻ്റെ പിന്നാലെയൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല മാഡം. ഞാൻ സർവീസിൽ കയറിയിട്ട് എനിക്കും അത്ര വലിയ അനുഭവങ്ങളൊന്നും ഇല്ല മാഡം. നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. എങ്കിൽ മാത്രമേ മനസ്സിന് സമാധാനം കിട്ടൂ. ചില നേരത്ത് അങ്ങനെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നും വരില്ല. അത് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാ. ഒരു കാരണം കൂടാതെ വിളക്കിലെ തിരി അണഞ്ഞല്ലോ സ്വാമി. ആർക്കൊക്കെയോ ഈ നിശ്ചയം നടത്തുന്നതിൽ താല്പര്യക്കുറവുണ്ട്. അതെന്റെ പ്രാർത്ഥനയാ. എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് മുടങ്ങിയാൽ മതിയായിരുന്നു. ഞാനേ ഷർട്ടിനുള്ളിൽ നല്ല കട്ടിയുള്ള 2 ബനിയനായിട്ടിരിക്കുന്നത്. ഇടികിട്ടുകയാണെങ്കിൽ താങ്ങണമല്ലോ. ദേ, സംസാരിക്കാനുള്ളതൊക്കെ നിങ്ങൾ തന്നെ സംസാരിക്കണം. അയ്യോ, അതെങ്ങനെ ശരിയാകുന്നത്? അലമ്പാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ പിന്നെ മൊത്തത്തിൽ അലമ്പണം. അല്ലാതെ പിന്നെ നിങ്ങൾ രണ്ടുപേരും മാറി നിന്നാ പറ്റത്തില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുമില്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ മോളെ പേടിക്കുന്നത്? നമ്മൾ നാണം കെട്ട് നാറിപ്പോയ ആൾക്കാരല്ലേ. ഇനിയിപ്പോ നമുക്ക് ആരുടെയും മുഖം നോക്കാതെ എന്തും പറയാം. മോതിരമാറ്റം ഇപ്പൊ നടന്നു കാണോ? ഏയ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. രഹസ്യമായിട്ടാ മൂർത്തിയും കുടുംബവും കൂടെ വീട്ടിനകത്ത് വെച്ച് ചടങ്ങ് നടത്താൻ പോകുന്നത്. എന്ന് വച്ചാ അനന്തപുരി തറവാട്ടിലുള്ളവർ തമ്മിലാണല്ലോ ഒന്നിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയൊന്നും അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും നമ്മളിത് അറിഞ്ഞല്ലോ അച്ഛാ. ആ വക്കീല് മഹാകളന വേണുവേട്ടാ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നന്ദുവിനെ കിട്ടാൻ വേണ്ടിട്ടാ ഏടുപിടിന്ന് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത്. ഇന്നത്തോടുകൂടി എല്ലാം പൊളിച്ചടുക്കണം. മോതിരം കൈമാറിയിട്ടുണ്ടെങ്കിലേ അത് നമുക്ക് കോടതിയിൽ വലിയൊരു തെളിവാണ് മോളെ.
ആ ഒരൊറ്റ കാരണം വെച്ച് മൂർത്തിയെയും കുടുംബത്തെയും നമുക്ക് മൂക്ക് കയറിടാം. നിങ്ങൾ വാ, തല്ലാൻ തയ്യാറായിട്ട് തന്നെ വാ. അല്ല, തല്ല് കൊള്ളാൻ തയ്യാറായിട്ട് വരാൻ. ഇനി മോതിരം മാറ്റം നടത്താം. അനി, കൈ നീട്ടി കൊടുക്കടാ. നിർത്ത്. എന്താ തനിക്കിവിടെ കാര്യം? കോടതിയിൽ കേസ് കിടക്കുകയാണ്, കുടുംബ കോടതി. അത് കഴിഞ്ഞിട്ടില്ല. പഴയ ബന്ധം പിരിയാതെ പുതിയ ബന്ധം എങ്ങനെ കൂടും സാറുമാരെ? ആരടാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? എന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് നീയും ഇവളും നിന്റെ ഭാര്യയും വരരുതെന്ന് പറഞ്ഞതല്ലേ? പിന്നെ ഇവിടേക്ക് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം കിട്ടി? ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ സാറേ? ഡിവേഴ്സ് കഴിഞ്ഞിട്ട് ഇത്തരം ചടങ്ങുകളൊക്കെ നടത്തേ പോരായിരുന്നോ സാറേ? അല്ല സാറേ, ദേ സാറിന്റെ കൊച്ചുമോൻ കെട്ടിക്കൊടുത്ത താലിയാ ഇത്. അതുപോലെ കല്യാണത്തിന്റെ അന്ന് സാറിന്റെ കൊച്ചുമോൻ ഇട്ടുകൊടുത്ത മോതിരമാണ് മോളുടെ കൈ കിടക്കുന്നത്. അതൊക്കെ മാറ്റാതെ മറ്റൊരു പെൺകുട്ടിയുടെ കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നത് എവിടത്തെ ഏർപ്പാടാ സാറേ? മര്യാദക്ക് ഇവനെ വിളിച്ചോണ്ട് ഇറങ്ങിപ്പോടി. ഇവൾ ആരാണെന്നും എന്താണെന്നും അന്ന് കോടതിയിൽ എല്ലാരും കണ്ടതാ. എന്നിട്ട് വീണ്ടും തലയ്ക്ക് വെളിവില്ലാത്ത മോളെയും കൊണ്ട് വന്നിരിക്കുക. അതിനേക്കാളും വെളിവില്ലാത്ത അച്ഛനും അമ്മയും കൂടി. തലയ്ക്ക് വെളിവില്ലാത്തതേ ഇവിടെ ഉള്ളവർക്കാ. അതുകൊണ്ടാണ് ബന്ധം പിരിയുന്നതിന് മുൻപേ നിശ്ചയം നടത്താൻ നോക്കിയത്. അറുത്ത് മുറിച്ചു കളഞ്ഞ ബന്ധമാ നിന്റെ മോളുടേത്. എന്നിട്ട് നീ ന്യായം പറഞ്ഞോണ്ട് വരുന്നോ? സാറേ, എന്നെ തല്ലിക്കോ, തല്ലിക്കൊന്നോ, എന്നാലും നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. എന്താന്ന് വെച്ചാ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞോളാം. നീ തല്ലുകൊണ്ട് ചാവാതെ നിന്റെ ഭാര്യ മോളെ വിളിച്ചിട്ട് പോകാൻ നോക്കടാ. ഞങ്ങൾ അങ്ങനെ പോകാൻ വന്നതല്ല സാറേ. എന്റെ മോക്ക് നീതി കിട്ടണം. അതിനെ നീതി ആരും ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ആവശ്യപ്പെടുമ്പോ എടുത്തു തരാൻ വേണ്ടിട്ട്. വേണു, ഒരുപാട് തവണ താക്കീത് ചെയ്തതാ നിന്നെയൊക്കെ. മനഃപൂർവ്വം ഈ ചടങ്ങ് തടസ്സപ്പെടുത്താൻ നോക്കിയാ അതിന് നീയും നിന്റെ മോളും അനുഭവിക്കേണ്ടി വരും. അല്ല, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിയമം പറയട്ടെ, അല്ലെങ്കിൽ കോടതി പറയട്ടെ. നീതി നിയമം നോക്കുന്ന ഒരാൾക്കാര്. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ഇറങ്ങിപ്പോടോ. പോടാ അങ്ങോട്ട്.
സമയത്ത് തന്നെ ഇവള് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ട്. നീ ആയിരിക്കും പരാതി തരാൻ ഇവളോട് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അത്തരം നാണംകെട്ട പരിപാടികൾ ചെയ്യാറില്ല, നിങ്ങളെ നിങ്ങളുടെ മോനെയും പോലെ. പിന്നെ നീ ഈ സമയത്ത് തന്നെ വരാനുള്ള കാരണം എന്താ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വരായിരുന്നല്ലോ. മോള് വിഷമിക്കണ്ട. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ അനി മോളുടെ കഴുത്തിൽ താലി കെട്ടും. മോൾ ഈ വീട്ടില് മരുമകളായിട്ട് ഇവിടെ തന്നെ ജീവിക്കും.